ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇന്നലത്തെ എപ്പിസോഡിൽ വന്ന സിജോ പിന്നീട് എവിടേക്കാണ് പോയത്? സീക്രട്ട് റൂമിലേക്ക് നമ്മുടെ സിജോയെ ബിഗ് ബോസ് മാറ്റിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ സിജോ ഇന്നലെ വന്ന് പറഞ്ഞ ഒരുപാടധികം കാര്യങ്ങൾ, ലാലേട്ടന് പോലും സങ്കടമുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാടധികം കാര്യങ്ങൾ ഇന്നലെ ബിഗ് ബോസിൽ സംഭവിച്ചു. സിജോയെ പറ്റി നിങ്ങൾ അന്വേഷിച്ചോ എന്ന് മറ്റുള്ള താരങ്ങളോട് ചോദിക്കുന്ന സമയത്ത് എനിക്കതിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്ന ജാസ്മിൻ, മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് അന്വേഷിച്ചു എന്ന് പറയുന്ന ഗബ്രി, ലാലേട്ടന് വരെയും ഒരുപാടധികം സങ്കടമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതും ലാലേട്ടൻ പറഞ്ഞു. 58 സീസണുകളായി 7 ഭാഷകളിൽ നിന്ന് ഇന്ത്യയിൽ ഇപ്പോൾ ബിഗ് ബോസ് ഇത്തരത്തിലൊരു ഷോ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു 58 സീസണുകളിലും സംഭവിക്കാത്ത അത്രയും മോശമായ ഒരു പ്രവൃത്തി ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന മലയാളം സീസൺ 6-ൽ തന്നെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തന്നെ ഇത്തിരി ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിജോയെ പറ്റി അന്വേഷിക്കാത്ത മറ്റു താരങ്ങളോടൊക്കെ ലാലേട്ടൻ നിങ്ങൾ നന്നായിരിക്കൂ, വളരെ നല്ല കാര്യം സിജോയെ പറ്റി അന്വേഷിക്കാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അവരോട് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. സിജോ ഇന്നലെ സ്റ്റേജിലേക്ക് വന്നിട്ട് ഒരുപാടധികം കാര്യങ്ങൾ പറഞ്ഞു. സിജോന് ഒരിക്കലും റോക്കിയോടോ അല്ലെങ്കിൽ മറ്റുള്ള താരങ്ങളോടോ ഒരു ദേഷ്യവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് സിജോ വളരെ മാന്യമായിട്ട് ലാലേട്ടന് മുന്നിൽ വെച്ച് മറ്റുള്ള താരങ്ങളോട് സംസാരിച്ചത്. സിജോന്റെ വായിൽ ഇപ്പോൾ നമുക്ക് സിജോനെ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ആ ഒരു താടിയലിൻ്റെ അവിടുത്തെ ജോയുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ വീർത്തിരിക്കുന്ന, നല്ല രീതിയിൽ നീര് പറ്റിയിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ സിജോന്റെ ഫേസ് ഇപ്പം ഇരിക്കുന്നത്. ഒരു ഫ്ലാപ്പിൽ 4 സ്ക്രൂ ഇട്ടിട്ടാണ് സിജോന്റെ വായ ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. കുറച്ച് നാൾ കൂടി വിശ്രമം സിജോന് ആവശ്യമാണ്. ഇപ്പോൾ സീക്രട്ട് റൂമിലേക്ക് സിജോയെ മാറ്റി എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. BB ഹോട്ടലിലായിരുന്നു, അവിടെ നിന്ന് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ഒരു സീക്രട്ട് ആയിട്ടുള്ള റൂമിൽ മറ്റുള്ള വ്യൂവേഴ്സിന് കാണാൻ പറ്റാത്ത രീതിയിൽ, നമ്മൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ക്യാമറ ഒന്നും ഇല്ലാതെ സിജോന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ പറ്റുന്ന, കാരണം ലിക്വിഡ് ഫുഡ് ഈ സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ, ജ്യൂസ് അതൊക്കെ പോലുള്ള സംഭവം. അപ്പോൾ സിജോൻ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ഫെസിലിറ്റിയിൽ സിജോനെ എത്ര നാളാണോ വിശ്രമം പറഞ്ഞിരിക്കുന്നത് അതുപോലെ സിജോനെ ടേക്ക് കെയർ ചെയ്ത് അവിടെ നോക്കി, അതിനുശേഷം സിജോ ഇമ്പ്രൂവ് ആയതിനു ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സിജോ ബിഗ് ബോസ് ഹൗസിന് വിട്ട് എവിടേക്കും പോവില്ല. സിജോ ബിഗ് ബോസിൽ തിരിച്ചു കയറും എന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. അത് ബിഗ് ബോസിന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം അദ്ദേഹം ഫിസിക്കൽ അസോൾട്ട് ഏറ്റുവാങ്ങിയത് ബിഗ് ബോസിന് വേണ്ടിയാണ്. ഉറപ്പായിട്ടും റോക്കി അടിക്കാനായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് സിജോ. സിജോ അതിന് ശ്രമിക്കാതിരുന്നത് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്ന വാല്യൂ കൊണ്ട് തന്നെയാണ്. സിജോ കൂടി അവിടെ അടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ വളരെ വലിയൊരു പ്രശ്നവും മറ്റുള്ള താരങ്ങൾ കൂടി അതിന്റെ ക്ഷതമേക്കേണ്ടി വന്നാണ്. ഈ ഒരു സീസൺ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നാണ്. ഇപ്പോൾ സിജോ റോക്കി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാതിരുന്നത് വളരെ മാന്യമായിട്ടുള്ള ഒരു സ്വഭാവമായി കണ്ട് ബിഗ് ബോസ് അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുത്ത് സിജോയെ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് 100% ഉറപ്പായ കാര്യം തന്നെയാണ്. പിന്നീട് സിജോ പറയുന്ന ഒരുപാടധികം കാര്യങ്ങളുണ്ട്. തൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കിനെ പറ്റി, അച്ഛനായിട്ട് ഒരുപാട് നാളുകൾ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അച്ഛനായിട്ട് മനസ്സുകൊണ്ട് സംസാരിക്കാനും അവർക്ക് അടുത്ത് പെരുമാറാനോ ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നൊക്കെ സിജോ ഒരുപാട് സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്. അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്, ഞാൻ ഇതിനെ വിജയിക്കും, ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ വിന്നറായി വീട്ടിലേക്ക് വരുന്നതിലുപരി ഈ ഒരു സീസൺ 6-നെ നല്ലൊരു സീസണാക്കി, നല്ലൊരു കോണ്ടന്റുകളുള്ളൊരു സീസണാക്കി മാറ്റിയിട്ട് വരും എന്നുള്ളൊരു വാക്ക് അമ്മയ്ക്ക് കൊടുത്തതിനാൽ സിജോ ഇതുവരെ അമ്മയെ വിളിച്ചു പോലും സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞതിൽ പിന്നെ സിജോ കൂട്ടുകാരുടെ അടുത്തും തൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. തൻ്റെ അമ്മയോട് സംസാരിക്കാൻ പോലും സിജോ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നാണ് സിജോ തന്നെ ഇപ്പോൾ നേരിട്ട് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് സംസാരിച്ചു അതിനെപ്പറ്റി. അപ്പോൾ അത്രയും വാല്യൂ ഒരു ഷോക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും സിജോ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരും. പിന്നീട് എന്നാണ് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കൃത്യമായിട്ട് തിരിച്ചെത്തുക എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൃത്യമായിട്ടൊരു തീയതി പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ടൊക്കെ വരാം. എന്നാലും സിജോന് കുറച്ച് നാൾ വിശ്രമം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഏപ്രിൽ മാസം, മാർച്ച് കഴിഞ്ഞ് ഈ ഒരു ഏപ്രിൽ മാസം ആദ്യ വാരത്തിൽ നമുക്ക് സിജോനെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വൈൽഡ് കാർഡ് എൻട്രികൾ ഈ ഒരു സമയത്ത് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സിജോ തീർച്ചയായിട്ടും ഏപ്രിൽ മാസം ആദ്യ വാരത്തോടു കൂടി തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരും. അതായത് ലാലേട്ടൻ എത്തുന്ന അടുത്ത വീക്കെൻഡ് എപ്പിസോഡിന് മുന്നായിട്ട് സിജോ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ഈസ്റ്റർ ദിനത്തിൽ 31-ാം തീയതി, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ സിജോ കയറുമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാനും അത് അങ്ങനെ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു.
ചെറിയൊരു സാധ്യതകൾ മാത്രമേ അതിന് കാണാനുള്ളൂ. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ സിജോ വന്ന് സിജോന് കുറച്ച് നാളുകൂടി വിശ്രമം ആവശ്യമാണ്. സിജോന്റെ വായിൽ ഒരു ഫ്ലാപ്പ് 4 സ്ക്രൂ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഫുഡ് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ബിഗ് ബോസ് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഡോക്ടർ അതിന് അനുവദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും കുറച്ച് നാൾ കൂടി വിശ്രമം വേണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് ഏപ്രിൽ മാസം ആദ്യ വാരം തന്നെ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. 100% നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സമയങ്ങൾക്കുള്ളിൽ തന്നെ സിജോ തിരിച്ചു വരുമെന്ന്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ല നല്ല ഗെയിമിന് വേണ്ടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്ന സിജോയ്ക്ക് വേണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്